CPIM നിയന്ത്രണത്തിലുള്ള തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പ്, അനധികൃതമായി സ്വർണ്ണപ്പണയം ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ നടന്നതായും ആരോപണം. നിക്ഷേപം നടത്തിയവർ തുക തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് ക്രമക്കേട് പുറംലോകം അറിഞ്ഞത്. സഹകരണ സംഘം അടച്ചുപൂട്ടി. CPM നിയന്ത്രണത്തിലുള്ള തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പെന്ന് പരാതി. പണം നഷ്ടപ്പെട്ടവർ രംഗത്തെത്തി. അനധികൃതമായി സ്വർണ്ണപ്പണയം ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ നടന്നതായും ആരോപണം. ഞാങ്ങാട്ടി മാട്ടായയിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി പരാതിയുള്ളത്. ബാങ്കിൽ നിക്ഷേപം നടത്തിയ ചിലർ നിക്ഷേപ തുക പിൻവലിക്കാനായി ബാങ്കിനെ സമീപിച്ചപ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചതോടെയാണ് നിക്ഷേപകരിൽ ആശങ്ക പടർന്നത്. നിക്ഷേപം നടത്തിയവർ തുക തിരികെ ആവശ്യപ്പെട്ടതോടെയാണ് ക്രമക്കേട് പുറംലോകം അറിഞ്ഞത്. ഇതോടെ ബാങ്ക് അടച്ചുപൂട്ടി. പെൻഷൻ തുകയാണ് ഞാങ്ങാട്ടി മാട്ടായ സ്വദേശി പാത്തുമ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. റമദാൻ വ്രതത്തിന്റെ അവശതയിലും പൊരിവെയിൽ കൊണ്ട് വനിതാ സഹകരണ സംഘത്തിൽ കയറിയിറങ്ങിയെങ്കിലും നിക്ഷേപ തുക ലഭിച്ചില്ല. വെയിലും കൊണ്ടിട്ടാണ് ഈ നോമ്പിന് നടന്നിരുന്നത്. അത് ഓള് കുറേശ്ശെ തന്ന് ബാക്കി അടച്ചിട്ടു. ഇപ്പൊ കേസ് ആയപ്പോ വനിതാ ഇത് അടച്ചിട്ടു, തുറക്കുന്നേ ഇല്ല. എന്റെ പെൻഷൻ കിട്ടിയത് 25,000 പൈസ കിട്ടിയത് കൂടി ഇട്ടതാണ്. പെൻഷൻ കൂറ്റിനാട് വേണ്ടിയിട്ട് അതിന് 1000 കിട്ടുമ്പോൾ ഇടുന്നതാണ്. അല്ലാതെ നമ്മൾ പണിക്ക് പോയിട്ടുണ്ടാവില്ല. എന്റെ പെൻഷൻ കിട്ടിയത് 25,000 കാല് കിട്ടിയത് കൂടി ഇട്ടതാണ്. മനസ്സിലായി? അത് ഇങ്ങനെ തന്നു. ഇന്ന് 3000 കൂടി വന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷപ്പെട്ടു. നോമ്പ് നോറ്റ് ഉംറയ്ക്ക് പോകാനായി പണം പിൻവലിക്കാൻ എത്തിയ സുഹറയും നിരാശയോടെയാണ് മടങ്ങിയത്. കുട്ടിയുടെ കുടുക്കയിൽ നിന്നെടുത്ത പണമടക്കാണ് ഇവർ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചത്. ഞാനൊരു ഉംറയ്ക്ക് ഈ മാസം പോകാൻ വേണ്ടി നോമ്പിന് പോകാൻ വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വേണ്ടി കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഡിസംബറോട് കൂടി കാലാവധി. നവംബറിൽ ചെന്നു. അപ്പോൾ പറഞ്ഞ് ആയിട്ടില്ല, ഒരു മാസം കൂടി ഉണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മാസം കൂടി കഴിഞ്ഞ് ചെന്നപ്പോൾ അവൾ പറഞ്ഞ് അപ്പോഴാണ് ഈ സംഭവം ഇവിടെ അറിയുന്നത്. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ്. ഞങ്ങൾ ഈ സംഭവം ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ വനിതാ ബാങ്ക് കൊള്ളിയാൻ പോകണമെന്ന് അറിഞ്ഞില്ല. മകളുടെ ഭർത്താവ് മരിച്ചപ്പോൾ നാട്ടുകാർ സഹായിച്ച പണമാണ് പ്രദേശവാസി ഫാത്തിമക്കുട്ടി നിക്ഷേപിച്ചത്. മാസങ്ങളോളം സംഘത്തിൽ കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. മകളുടെ മാപ്പിള മരിച്ചിട്ട് ആൾക്കാർ വീടിന് സഹായിക്കാൻ വേണ്ടിയിട്ട് 500 ഉമ്പത്തൊക്കെ തന്നിട്ടുള്ളതാണ്. ആ പൈസ ഒരു 1.25 ലക്ഷം രൂപ ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സമയം 3 മാസത്തിനാണ് ഇട്ടുണ്ടായിരുന്നത്. 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ വന്നപ്പോൾ പൈസ കിട്ടിയില്ല. ഇവിടെ ഇല്ല, കേസ് കൊടുത്തോളാൻ പറഞ്ഞു. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പണം കിട്ടാതായതോടെ നിക്ഷേപകരായ 14ഓളം പേർ കഴിഞ്ഞ മാസം തൃത്താല പോലീസിൽ പരാതി നൽകുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ പേരിലുള്ള സഞ്ചയിക നിക്ഷേപ പദ്ധതിയിലും നിരവധി വിദ്യാർത്ഥികൾ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. കേരള വിഷൻ, തൃത്താല.